ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തം ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി സമയം മാറ്റിവെക്കുമ്പോഴോ ദൈവിക കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴോ ഒരുതരം കുറ്റബോധം നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ തോന്നാറില്ലേ? എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണമെന്നും ചുറ്റുമുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊണ്ടേയിരിക്കണമെന്നുള്ള നിർബന്ധമുള്ള ഒരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങളും ഒരേ സമയം ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ മാനസികമായി തളർന്നു പോകും. സമയത്തെക്കുറിച്ചും മുൻഗണനയെക്കുറിച്ചും യേശു നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മർക്കോസ് 14:7 വചനം ഇപ്രകാരം പറയുന്നു: ദരിദ്രൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെ ഉണ്ടല്ലോ, ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല. യേശു തൻ്റെ കുരിശുമരണത്തിന് ഏതാനും ദിവസം മുമ്പ് ബഥാനിയയിൽ ശിമോൻ്റെ വീട്ടിലിരിക്കുമ്പോഴാണ് ഈ വചനം അരുളി ചെയ്യുന്നത്. വളരെ വിലയേറിയ അലാബാസ്റ്റർ ഭരണിയിലെ സുഗന്ധ തൈലവുമായി ഒരു സ്ത്രീ അവിടേക്ക് വന്നു. ഒരു വർഷത്തെ കൂലിക്ക് തുല്യമായ വിലയുള്ള ആ തൈലം അവൾ പൊട്ടിച്ച് യേശുവിൻ്റെ ശിരസിൽ ഒഴിച്ചു. ഇത് കണ്ട ചില യഹൂദന്മാർ ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഈ തൈലം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ? എന്തൊരു പാഴാക്കലാണിത്. കർത്താവ് അവരെ തടഞ്ഞു. യേശു ഇവിടെ ദരിദ്രത തള്ളിക്കളയുക ആയിരുന്നില്ല, മറിച്ച് പ്രത്യേക അവസരങ്ങൾ തിരിച്ചറിയേണ്ടതിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഇവിടെ ദരിദ്രരെ സഹായിക്കുന്നത് ആയുഷ്കാലം മുഴുവൻ ചെയ്യേണ്ട ഒന്നാണെങ്കിലും തൻ്റെ മരണത്തിന് മുമ്പ് തന്നെ ബഹുമാനിക്കാൻ ലഭിച്ച ഈ പ്രത്യേക അവസരം അവൾ പാഴാക്കിയില്ല എന്ന് അവൻ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കി. ജീവിതം എന്നാൽ വെറും ഒരു ജോലി പട്ടികയല്ല. ദൈവത്തെ ബഹുമാനിക്കാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും ആത്മീയമായി വളരാനും ലഭിക്കുന്ന ചില അപൂർവ നിമിഷങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. നല്ലത് ചെയ്യാനുള്ള അവസരം ലഭിക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്തരുത്. ഈ വചനത്തിൽ വളരെ ശക്തമായ ഒരു സന്ദേശമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർക്ക് നന്മ ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യാനുള്ള നിരവധി അവസരങ്ങൾ ദൈവം നൽകുകയാണ്. ഒരു വിശക്കുന്ന മനുഷ്യന് അവന് ആഹാരം കൊടുക്കാം. വിഷമിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ചെന്ന് ആശ്വസിപ്പിക്കാം. ഒരു ദരിദ്രനെ സഹായിക്കാം. ഒരു നിരാശനായ മനുഷ്യന് ഒരു പ്രത്യാശയുടെ സന്ദേശം നൽകാം. ഒരു അവശനായ അല്ലെങ്കിൽ വൃദ്ധനെ നമുക്ക് സഹായിക്കാം. ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നവനെ നമുക്ക് സഹായിക്കാം. ഇവയെല്ലാം വലിയ കാര്യങ്ങളായി തോന്നണമെന്നില്ല, പക്ഷേ കർത്താവിൻ്റെ കണ്ണിൽ അവയ്ക്ക് വലിയ വിലയുണ്ട്. നല്ല ഉദ്ദേശം മാത്രം പോരാ നമ്മുടെ ജീവിതത്തിൽ, അതിനുവേണ്ടി പ്രവൃത്തിയും വേണം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ ആഗ്രഹം മാത്രം മതിയാകില്ല. അവസരം ലഭിക്കുമ്പോൾ പ്രവർത്തിക്കണം. നാളെ സഹായിക്കുമെന്ന് കരുതി ഇന്ന് ഒരാളെ അവഗണിച്ചാൽ ആ അവസരം വീണ്ടും ലഭിക്കണമെന്നില്ല. ഇന്ന് നമുക്കുള്ളതാണ്, നാളെ നമുക്കറിയില്ല. അതുകൊണ്ട് നന്മ ചെയ്യാൻ കഴിയുമ്പോൾ അപ്പോൾ തന്നെ നന്മ ചെയ്യുക. ഓരോ അവസരത്തിനും ഓരോ സമയമുണ്ട്. ഈ വചനത്തിൻ്റെ മറ്റൊരു ആഴമുള്ള ഭാഗമാണ്, ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. യേശു തൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശിഷ്യന്മാർക്ക് യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഈ പ്രത്യേക സമയം വീണ്ടും ലഭിക്കുകയില്ലായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില അവസരങ്ങൾ ഒരിക്കൽ മാത്രമേ വരികയുള്ളൂ. ചില ആളുകളെ സഹായിക്കാനുള്ള അവസരം ഒരിക്കൽ ലഭിച്ചേക്കാം. ചില വാക്കുകൾ പറയാനുള്ള അവസരം ഒരിക്കൽ ലഭിച്ചേക്കാം. ചില സ്നേഹപ്രവർത്തികൾ ചെയ്യാനുള്ള അവസരം ഒരുപക്ഷെ ലഭിച്ചേക്കാം. അതുകൊണ്ട് ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ പിന്നീട് എന്ന് പറയുന്നത് ഒഴിവാക്കുക. യേശു തന്നെ ദരിദ്രരോടും രോഗികളോടും തന്നെ നിരാലംബരോടും വലിയ കരുണ കാണിച്ചവനാണ്. ഈ സ്ത്രീയുടെ പ്രവൃത്തി യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രകടമായിരുന്നു. അതുപോലെ യേശുവിനെ സ്നേഹിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള കരുണയും ഉണ്ടായിരിക്കണം. ദൈവത്തോടുള്ള സ്നേഹം മനുഷ്യരോടുള്ള സ്നേഹമായി പുറത്തു വരണം. ചെറിയ സ്നേഹപ്രവർത്തികൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. അത്യാവശ്യമുള്ള കാര്യങ്ങളും ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാൻ നാം പഠിക്കണം. ശരിയായ മുൻഗണനകൾ ഇല്ലെങ്കിൽ നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ പോലും നമ്മളെ തളർത്തിക്കളയും. നമ്മുടെ മുൻപിലുള്ള വിലയേറിയ നിമിഷങ്ങൾ കണ്ടില്ലെന്ന് നാം നടിക്കരുത്. നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ കൃത്യമായി ചെയ്യാൻ സാധിക്കണം. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ കരുണയും സ്നേഹവും നിറയ്ക്കുകയും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ജീവിക്കാനുള്ള അവസരങ്ങൾ തിരിച്ചറിയാനും ഉപയോഗിക്കാനും നമ്മെ പൂർണ്ണമായി സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ.